തലസ്ഥാനത്ത് പെരുമഴയാണ്. ആ രീതിയിലുള്ള ഗതാഗത കുരുക്കും വെള്ളക്കെട്ടുമാണ് നഗരത്തിൽ മുഴുവൻ. മലയോര പ്രദേശത്തെ കാര്യം എടുത്തു പറയേണ്ടതാണ്. എന്താണ് തിരുവനന്തപുരത്തെ ഇന്നത്തെ സ്ഥിതി, സ്റ്റെഫിൻ? ആര്യ, ഞാനീ നിൽക്കുന്നത് ഒരു തോടിൻ്റെ മുൻവശത്തൊന്നുമല്ല. ഇതൊരു റോഡാണ്. നേരത്തെ ഇവിടെ ഒരു റോഡ് ഉണ്ടായിരുന്നു. പഴവങ്ങാടിയിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്കും ചാലയിലേക്കുമൊക്കെ പോകുന്ന റോഡാണ് ഇത്. ആ റോഡാണ് ഇത്തരത്തിൽ വെള്ളം കയറി ആളുകൾക്ക് നടന്നു പോലും പോകാൻ കഴിയാത്ത രീതിയിൽ കിടക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, 2 വാഹനം അവിടെ കിടപ്പുണ്ട്. ആരോ രാവിലെയൊക്കെ ഒരുപക്ഷെ അവിടെ വാഹനം കൊണ്ടിട്ട് പോയതായിരിക്കാം. ഇനി ആ വാഹനം തിരിച്ചെടുത്തുകൊണ്ട് പോകണമെങ്കിൽ വലിയ ലോറി കൊണ്ടുവരേണ്ട ഒരു സ്ഥിതിയാണ്. ആ വാഹനം പൊക്കിക്കൊണ്ടു പോകാൻ മാത്രമേ കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ സമീപത്തുള്ള എല്ലാ കടകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇവരുടെ എല്ലാം കാര്യം വലിയ പ്രതിസന്ധിയിലാണ്. ഇത് മഴവെള്ളമാണ് എന്ന് ധരിക്കരുത്. ഇതിൻ്റെ തൊട്ട് അടുത്താണ് ആമിഴഞ്ചാൻ തോട്. ആ ആമിഴഞ്ചാൻ തോടിൻ്റെ കൈവരി തകർന്നാണ് ഇത്തരത്തിൽ വെള്ളം ഇങ്ങോട്ടേക്ക് ഈ റോഡ് മുഴുവൻ വന്ന് നിറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ആമിഴഞ്ചാൻ തോട് നിറഞ്ഞൊഴുകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ സമീപത്തുള്ള കടകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. നേരത്തെയൊക്കെ ആണെങ്കിൽ ഈ റോഡിലൂടെ സുരക്ഷിതമായി ഇവിടെ ഒരു റോഡുണ്ടല്ലോ എന്ന് സങ്കല്പിച്ച് നടന്നു പോകാമായിരുന്നു. പക്ഷേ നവകേരളമായതുകൊണ്ട് ഇത്തരത്തിൽ റോഡ് എവിടെയാണ്, കുഴി എവിടെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ട്. ഏതായാലും ഭാഗ്യം പരീക്ഷിക്കുന്ന കടയാണ്. ഏതായാലും അവർക്ക് ഇന്ന് കാര്യമായ ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം മഴയത്ത് കട മുഴുവൻ വെള്ളം കയറിയ ഒരു സ്ഥിതിയാണ്. ചേട്ടാ, അകത്തൊക്കെ വെള്ളമാണോ? എന്താ സ്ഥിതി? ശരിക്കും വെള്ളമുണ്ട്. എങ്ങനെ വരുന്നത്? ഇന്ന് ബമ്പർ വല്ലതും എന്തെങ്കിലും സമ്മാനം വല്ലതും അടിച്ചോ? ചെറിയ പ്രൈസേ ഉള്ളൂ, വലുതൊന്നുമില്ല. ഇതിലും വലിയൊരു ബമ്പർ ഇനി അവർക്ക് കിട്ടാനല്ലോ എന്ന് തോന്നുന്നു. കാരണം അത്രയധികം രൂക്ഷമാണ് ഈ പറയുന്ന സ്ഥലത്തെ എല്ലാം ഒരു കാഴ്ച എന്ന് പറയുന്നത്. എല്ലാ കടകളിലും വെള്ളം കയറിയൊരു സ്ഥിതിയാണ്. ചെറിയ കടകൾ, അതോടൊപ്പം തന്നെ ഹോട്ടലുകൾ, അങ്ങനെ ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളുള്ളൊരു മേഖല കൂടിയാണ്. എല്ലാ കടകളിലും വെള്ളം കയറി ആകപ്പാടെ ഇവരുടെ ജീവിതം ഒരു പ്രതിസന്ധിയിലായിരിക്കുന്ന കാഴ്ചയാണ്. പക്ഷേ ഈ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുമ്പോൾ ഇതിന് വരുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത് സമീപത്തെ റോഡിലൊന്നും വെള്ളം കയറിയിട്ടില്ലല്ലോ എന്നുള്ളതായിരിക്കും. പക്ഷേ ഈ ഒരു മേഖല പഴവങ്ങാടി, ഈ തിരുവനന്തപുരം ഓവർബ്രിഡ്ജിനും കിഴക്കേക്കോട്ടയ്ക്കും ഇടയിലുള്ള ഈ ഒരു മേഖല മുഴുവൻ യഥാർത്ഥത്തിൽ വെള്ളക്കെട്ടിലാണ്. വെള്ളത്തിൻ്റെ അതിരൂക്ഷമായ പ്രതിസന്ധിയിലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ ആമിഴഞ്ചാൻ തോടാണ്. കഴിഞ്ഞ മഴക്കാലത്തും അതിന് മുമ്പുമൊക്കെ നമ്മളിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ തോടിൻ്റെയൊക്കെ ശുചീകരണം നടത്താത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ കാണാൻ കഴിയുന്നത്. കാലങ്ങളായി ഇങ്ങനെ നഗരസഭ ആമിഴഞ്ചാൻ തോട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മാലിന്യങ്ങൾ കാരണം ഈ ഒരു മഴ പെയ്തപ്പോൾ, കാലവർഷം എത്തിയപ്പോൾ വെള്ളത്തിന് സുഗമമായി ഒഴുകിപ്പോകാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ വേലി പൊട്ടിച്ച് വെള്ളം റോഡിലേക്ക് എത്തുന്ന ഒരു കാഴ്ച, ജനജീവിതം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ച ഒരവസ്ഥയാണ് തിരുവനന്തപുരം നഗരത്തിലാകമാനം കാണാൻ കഴിയുന്നത്. ഈ ആമിഴഞ്ചാൻ തോടിലെ വെള്ളം ചെന്നെത്തേണ്ടത് പാർവതി പുത്തനാറിലേക്കാണ്. അവിടുത്തെ സ്ഥിതി നമുക്ക് അറിയാവുന്നതാണ്. മുൻപ് നമ്മൾ ഈ മഴയുടെ ലൈവുമായി ബന്ധപ്പെട്ടൊക്കെ വിവരങ്ങൾ നൽകുമ്പോൾ അവിടെയൊക്കെ ആ ആമിഴഞ്ചാൻ തോട്ടിലൊക്കെ ഇങ്ങനെ വെള്ളം, മരങ്ങൾ വളർന്നു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. യഥാർത്ഥത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണം പാളിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ദുരിതം ഈ പറയുന്ന ആളുകൾക്കെല്ലാം തന്നെ ഉണ്ടായി ഇരിക്കുന്നത്. സ്റ്റെഫിൻ, ഇപ്പൊ തിരുവനന്തപുരത്തെ ഒരു കാര്യം, മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ഈ സ്മാർട്ട് റോഡിന്റെ പണി പല ഭാഗങ്ങളിലും ഇപ്പോൾ പൂർത്തിയായിട്ടില്ല. ചില ഭാഗങ്ങളിൽ പൂർത്തിയായിട്ടുണ്ട്, പക്ഷേ പലയിടങ്ങളിലും ഇനിയും പൂർത്തിയാകാനുണ്ട്. അപ്പോൾ വലിയ ഗർത്തങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. ആ രീതിയിലാണ് റോഡുകൾ പലയിടത്തും ഉള്ളത്. അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ കൂടി ഉണ്ട് ആളുകൾക്ക്. ആര്യ, അത് ശരിയാണ്. പല സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണവും ഇപ്പോൾ പാതി വഴിയിലാണ്. ഏറ്റവും അവസാനത്തെ വിവരം അനുസരിച്ച്, അവലോകന യോഗം ചേർന്നതനുസരിച്ച് ജൂൺ 15-നകം ഈ സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നുള്ളതായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. അത് പക്ഷേ കാര്യമായി അതൊന്നും നടക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം മഴ ഇങ്ങ് എത്തിക്കഴിഞ്ഞു, കാലവർഷം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. നേരത്തെ വേനൽ മഴ ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ഇടക്കാലത്ത് നേരിയ തോതിലുള്ള 1-2 ദിവസമൊക്കെ മഴ ഒന്ന് പെയ്തപ്പോൾ തന്നെ തിരുവനന്തപുരം നഗരത്തിൻ്റെ സ്ഥിതി നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കാലവർഷം ഇങ്ങനെ എത്തുമ്പോൾ, കാലവർഷം എന്ന് പറയുമ്പോൾ നിർത്താതെ ഇങ്ങനെ മഴ ഉണ്ടാകും. ആ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ എന്തൊക്കെയാകും തിരുവനന്തപുരത്തിൻ്റെ സ്ഥിതി എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. സാധാരണ കഴിഞ്ഞ ആഴ്ചയൊന്നും തന്നെ ഇവിടെ ഇത്രയധികം രൂക്ഷമായ പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഗുരുതരമായൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ആമിഴഞ്ചാൻ തോട് നിറഞ്ഞ് അതിൻ്റെ
ഭാഗം ഇടിഞ്ഞ് പോയതാണ്. അതോടൊപ്പം തന്നെ പലയിടത്തും ആമേഴഞ്ചാൻ തോട്ടിലേക്ക് ഈ വെള്ളം പോകുന്നതിന് വേണ്ടിയുള്ളൊരു കുഴലും ഹോളും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ മലിനമായ വെള്ളം ഇങ്ങോട്ടേക്ക് എത്തുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാം. ഇവിടെ ഈ ഒരു വാച്ച് കടയാണ്. ആ കടയ്ക്ക് ഉള്ളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി അവർ താൽക്കാലികമായ ഒരു ഗ്ലാസും തുണിയൊക്കെ വെച്ച് ഇങ്ങനെ മറച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ചേട്ടാ, കടയ്ക്കുള്ളിൽ വെള്ളമില്ല, പക്ഷെ ഏത് നിമിഷവും കയറാവുന്നൊരു സ്ഥിതിയിലാണ്. ഏത് നിമിഷവും കയറാം. അടുത്ത മാസം എല്ലായ്പ്പോഴും കയറിയിട്ടില്ല. ഇന്ന് ഇവിടെ വന്ന ഉടനെ തന്നെ ഇന്ന് മഴ പെയ്ത അല്പം കഴിഞ്ഞപ്പോൾ തന്നെ കയറി തുടങ്ങിയുള്ള ഈ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ പോവാണെങ്കിൽ കടയും വെള്ളത്തിലാവുമല്ലോ, എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യാൻ ഒന്നും ചെയ്യാൻ. ഈ കടകളിലൊക്കെ വെള്ളം കയറിയ ഒരവസ്ഥ. ഇതിൻ്റെ തൊട്ട് സമീപത്തുള്ള കടയൊക്കെ അടച്ചിട്ട് പോയിട്ടുണ്ട്. ഇതൊരു ബുക്ക് കടയാണ്. ഇവിടെയൊക്കെ വെള്ളം കയറിയാലുള്ള അവസ്ഥ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നുള്ളൂ. എത്ര ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വരും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അങ്ങനെ അതിരൂക്ഷമാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് പഴവങ്ങാടിയിലെ ഈ ദൃശ്യങ്ങൾ. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. സ്ഥിരമായി ഇപ്പോൾ തിരക്കുണ്ടാവേണ്ട സമയമായ വെള്ളം കയറിയിട്ട് എല്ലാ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ച് നിൽക്കുകയാണ്. കടയിലെല്ലാം വെള്ളം, കടയിലെ മൊത്തം വെള്ളമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഹോട്ടലൊക്കെ വെള്ളം കയറാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്.